ബിജു മിറാക്കിൾ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതൊരു അവ്യൂ ആണ് കേട്ടോ, നിറച്ച് പൂത്ത് നിൽക്കുകയാണ്. ചിലർ പറയുന്നുണ്ട് ഈ അവ്യൂ പൂത്താൽ കാ പിടിക്കുന്നില്ലെന്ന്. അവ്യൂവിൻ്റെ അടിസ്ഥാനമായ ഒരു കാര്യമെന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ്റ്. നിങ്ങൾ മൈക്രോ ഫുഡ് എന്ന് പറയുന്ന ഒരു സാധനം കടയിൽ വാങ്ങാൻ കിട്ടും. അത് ഇതിൻ്റെ ഒരു ചോട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 അടി അകത്തിയിടുക, എന്നിട്ട് അതിന് പൊതയിട്ട് കൊടുക്കുക വേനൽക്കാലത്താണെങ്കിൽ, എന്നിട്ട് നനയ്ക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, മൈക്രോ ഫുഡ് ഇട്ടതിന് ശേഷം അല്പം മണ്ണ് തൂളുക. അതിന് ശേഷം പൊതയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചപ്പും ചവറും വാരിയിട്ട് അതിനെ മൂടുക. തെങ്ങിൻ്റെ ഓല, കമുങ്ങിൻ്റെ ഓല, മരത്തിൻ്റെ ചിലകൾ വെട്ടിയിട്ട് മൂടിയിട്ട് നനയ്ക്കുക. പിന്നെ അതിന് ശേഷം ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഫംഗിസൈഡ് കൊടുക്കണം. അപ്പം മഴക്കാലത്താണെങ്കിൽ കൊടുക്കാവുന്ന ഒരു കോണ്ടാക്റ്റ് ബേസ് ഫംഗിസൈഡാണ് സാഫ് കൊടുത്താൽ മതി. ഒരു ലിറ്റർ വെള്ളത്തിൽ 2 ഗ്രാമാണ് അതിന് ഡോസ്. ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ ചൂടുള്ള കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നവർ നിങ്ങൾ വാങ്ങുന്നിടത്തുനിന്ന് വേണേൽ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. എന്നാലും 2 ഗ്രാം കൊടുത്താലേ അതിന് ഒരു ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ സിസ്റ്റമിക് ആണെങ്കിൽ ജിയോ മൈക്രോ പോലുള്ള ഫംഗിസൈഡുകൾ, സിസ്റ്റമിക് ഫംഗിസൈഡുകൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ അല്പം ഒരാഴ്ച കഴിഞ്ഞ് മൈക്രോ ഫുഡ് കൊടുത്തതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ അല്പം പൊട്ടാഷ് കൂടെ കൊടുക്കുക കേട്ടോ. പൊട്ടാഷ് കൊടുക്കുക ഒരാഴ്ചയ്ക്ക് ശേഷം. പൊട്ടാഷ് ഒന്നിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ DAP എല്ലായിടത്തും അത് കറുത്ത DAP അതും മേടിച്ചിട്ട് കൊടുക്കുക. അപ്പം ഓൾറെഡി പിടിക്കും. ഒന്ന് ഫംഗസിൻ്റെ പ്രശ്നമാണ്, പിന്നെ അതിൻ്റെ പോഷകത്തിൻ്റെ കുറവ്, സൂക്ഷ്മ പോഷകങ്ങൾ കൊടുക്കണം. അപ്പോൾ അതും കൊടുത്ത് ചെയ്ത് കഴിയുമ്പോൾ അവ്യൂ നല്ലപോലെ കാ പിടിക്കും. പിന്നെ ഇത് ഹൈ റേഞ്ച് മേഖലയിലാണ് അവ്യൂവിന് ഒരു മടുപ്പുള്ളത്. ചൂട് കാലാവസ്ഥയിൽ ഇത് അവ്യൂവിനൊരു വിഷയമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ പൊട്ടാഷൊക്കെ കൊടുത്ത് നനച്ച് വേനൊക്കെ കൊടുത്താൽ നല്ല ഫ്രൂട്ട് സൈസ് കിട്ടും. നിങ്ങളുടെ അവ്യൂവിന് സൈസ് വലുതാവും. എന്ന് പറഞ്ഞാൽ രാസവളമൊന്നും മാത്രമല്ല, വേണ്ട മൂലകങ്ങൾ ചെന്നാലേ ചെടി എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ ചെടി അടുത്ത പ്രാവശ്യം മടുത്തു പോകും. അപ്പം ഇതിന് ഞങ്ങൾ കാര്യമായിട്ടൊന്നും കൊടുക്കുന്നില്ല. കാരണം അത്യാവശ്യം കായ്ക്കുന്നു, എപ്പോഴും തന്നെ കായ്ക്കുന്നതെന്ന് പറഞ്ഞ പോലെ ഇതിലെല്ലാം കുറേ ഇല കവർ കെട്ടിയിട്ടുണ്ടോ, കുറേശ്ശെ ഇങ്ങനെ കായ്ച്ചുകൊണ്ടേയിരിക്കും. ഹൈ റേഞ്ചിനേക്കാളും നല്ലത് ലോ റേഞ്ചിലാണ്, ചൂട് കാലാവസ്ഥയിലാണ് അവ്യൂ കൂടുതൽ കായ്ക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.